നമസ്കാരം. പ്രതിപക്ഷ നേതാവ് വി സതീശൻ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു പ്രതിപക്ഷ നേതാവാണെന്ന് ആളുകൾ പറയുന്നത് വെറുതെയല്ല എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. സംഘപരിവാറിനെതിരെയും BJP-ക്കെതിരെയും ഒക്കെ അതിശക്തമായിട്ട് ശബ്ദമുയർത്താൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി സതീശന് കഴിയാറില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നത്തെ എല്ലാ മാധ്യമങ്ങളുടെയും എല്ലാ പേപ്പറുകളുടെയും ഒക്കെ ആദ്യ പേജിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ED അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് കോൺഗ്രസിനെയുമാണ്. ഇന്ന് എന്റെ കയ്യിലുള്ള ഇപ്പോൾ മാതൃഭൂമി പത്രമാണ്. മനോരമയിലൊക്കെ ഏകദേശം ഇത് തന്നെയാണ് ഫ്രണ്ട് പേജ്. അപ്പൊ അതിൽ പറയുന്നു, നാഷണൽ ഹെറാൾഡ് കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെ ഒക്കെ ചിത്രം നമുക്ക് അതിൽ കാണാം. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: പുതിയ രാഷ്ട്രീയ നിയമ യുദ്ധങ്ങൾക്ക് വഴി തുറന്നുകൊണ്ട് നാഷണൽ ഹെറാൾഡ് കേസിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി എന്നിവർക്കെതിരെ ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ ED കുറ്റപത്രം സമർപ്പിച്ചു. അതിൽ തന്നെ പറയുന്നു 751.9 കോടി രൂപയുടെ സ്വത്തുകൾ കണ്ടുകെട്ടാനുള്ള നടപടി തുടങ്ങി എന്നത് ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നു, അതായത് ഇതുമായി ബന്ധപ്പെട്ട് വസ്തു രജിസ്ട്രാർമാർക്ക് ED നോട്ടീസ് അയച്ചു. സോണിയയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ളവരുടെ ഉടമസ്ഥതയിലുള്ള യങ് ഇന്ത്യൻ ലിമിറ്റഡിന്റെ കൈവശമാണ് AGL. ഇപ്പോൾ ഈ കേസിൽ സോണിയയെ 2022-ലും രാഹുൽ ഗാന്ധിയെ 2024-ലും ED ചോദ്യം ചെയ്തിരുന്നു എന്നുള്ള കാര്യം ഇതിൽ പറയുന്നുണ്ട്. മാതൃഭൂമി പറയുന്നതാണ്. അതായത് അവർ പോലും പറയുന്നു നേരത്തെ ചോദ്യം ചെയ്തിരുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അതിനൊപ്പം തൊട്ട് ചേർന്ന് തന്നെ നമുക്ക് റോബർട്ട് വാദ്രയുടെ ഒരു ചിത്രം കൂടി കാണാം. അതിൽ പറയുന്നു, ചോദ്യം ചെയ്യൽ 5 മണിക്കൂർ. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സോണിയാഗാന്ധിയുടെ മരുമകനും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനുമായ റോബർട്ട് വാദ്രയെ എൻഫോഴ്സ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു എന്ന് അതിൽ പറയുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവാണെന്ന കാര്യത്തിൽ മാതൃഭൂമി ഇഴങ്ങിയതായിരിക്കും, എന്തോ ആകട്ടെ. അപ്പൊ അതും ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസമാണ് കൊല്ലത്ത് പൂരത്തിനിടയിൽ ഹെഡ്ഗേവാറിന്റെ ഒരു ചിത്രമുള്ള കുട ഉയർത്തിയ ഒരു വലിയ വിവാദം സൃഷ്ടിച്ച ഒരു സംഭവം കൂടി നടന്നു. അപ്പൊ ഈ വിഷയത്തിലൊക്കെ ഇന്ന് വി സതീശൻ മാധ്യമങ്ങളെ കാണുമ്പോൾ പ്രതികരിക്കും. തുടക്കം തന്നെ അദ്ദേഹം പറയാൻ പോകുന്ന കാര്യം അതായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ നിരാശാജനകം ഒന്ന് പറയട്ടെ, അദ്ദേഹം അതിനെപ്പറ്റിയൊന്നും ഒരു വാക്കും പറഞ്ഞില്ല. പിന്നീട് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോൾ മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചപ്പോഴാണ് വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ പോലും അദ്ദേഹം തയ്യാറായത് എന്നത് ആലോചിക്കുമ്പോൾ സത്യത്തിൽ ഇദ്ദേഹമാണല്ലോ പ്രതിപക്ഷ നേതാവ് എന്ന് ആലോചിക്കുമ്പോൾ ഒന്നും തന്നെ പറയാനില്ല. അതൊക്കെ പോട്ടെ. ഇനി നമുക്ക് എന്തായാലും നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ച് തന്നെ പറയാം. നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് വി സതീശൻ പറയാണ്, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയത് ഞങ്ങൾ ഇങ്ങനെ പ്രഖ്യാപിക്കാൻ വേണ്ടി ഇങ്ങനെ വെമ്പ് നിൽക്കുകയാണ്. ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഞങ്ങൾ അങ്ങ് പ്രഖ്യാപിക്കും എന്നാണ് പറയുന്നത്. എന്തായാലും അദ്ദേഹം ആ പറയുന്നതിനോടൊപ്പം തന്നെ മാധ്യമങ്ങളെ വിമർശിക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ആളുകളെയൊക്കെ പ്രഖ്യാപിക്കുകയാണല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. എങ്ങനെ പ്രഖ്യാപിക്കാതിരിക്കും? സ്വാഭാവികമായിട്ട് ഇപ്പോൾ കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണല്ലോ. ആര്യാടൻ ഷൗക്കത്തിനെ നിർത്തണോ അല്ലെങ്കിൽ ജോയിയെ നിർത്തണോ? ഇപ്പൊ ആര്യാടനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അൻവറിന് ക്ഷീണാവും, സങ്കടാവും. അതുകൊണ്ട് അൻവറിനെ സങ്കടപ്പെടുത്താതെ വേണം ഇത്തവണ സ്ഥാനാർത്ഥിയെ നിർത്താൻ. അതുകൊണ്ട് ആകെ പെട്ടിരിക്കുകയാണ് കോൺഗ്രസ്. അപ്പോ പൊതുവെ അങ്ങനെ ഇവരുടെ ഇടയിൽ ഈ സ്ഥാനാർത്ഥി ആരെ നിർത്തണം എന്നതിന്റെ പേരിൽ കോൺഗ്രസിനകത്ത് UDF-നകത്ത് വലിയ പൊട്ടിത്തെറിയും അടിയിടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മാധ്യമങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ സത്യസന്ധമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സതീശൻ മാധ്യമങ്ങളെ അങ്ങ് പഴിയാരിയാണ്. എന്തായാലും മാധ്യമങ്ങളുടെ മൊക്കട്ടേക്ക് കയറുന്ന ആ ഒരു കാഴ്ച കാണാം. വി സതീശനെ പോലുള്ള ആളുകളൊക്കെ ഇങ്ങനെ മാധ്യമങ്ങൾ വിമർശിച്ച യാതൊരു പ്രശ്നമില്ല കേട്ടോ. മാധ്യമങ്ങൾ ഇങ്ങനെ മേടിച്ച് കൂട്ടി ഇങ്ങനെ അങ്ങ് നക്കിക്കോളൂ. എന്തായാലും നമുക്കതൊന്ന് കാണാം. നിങ്ങൾ എല്ലാ ദിവസവും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. നിങ്ങൾ എല്ലാ ദിവസവും എല്ലാവരും അല്ല, ചില ചാനലുകളിൽ രാവിലെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. പിറ്റേ ദിവസം പറയും അയാൾക്കെല്ലാം മുൻതൂക്കം, മറ്റേ ആൾക്കാണ് മുൻതൂക്കം എന്ന് പറയും. ഉച്ചയ്ക്ക് തൂക്കം മാറും, രാത്രിയാകുമ്പോൾ വേറെ സ്ഥാനാർത്ഥി വരും. നിങ്ങൾ എന്തിനാ ഈ കോൺഗ്രസിന്? ഞാൻ ഇന്നാളും പറഞ്ഞു, ദയവീത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അധികാരമെങ്കിലും ഞങ്ങൾ ഈ പാവങ്ങൾക്ക് വിട്ടതാ. നിങ്ങളെടുത്ത് എല്ലാവർക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കല്ലേ? നിങ്ങൾ എന്തിനാ അങ്ങനെ? കുറച്ച് പേരുടെ അജണ്ടയാണ്. ചിലർ അത് കണ്ടിട്ട് ബാക്കിയുള്ളവരെ അതിനെ അനുകരിക്കുകയാണ്. ചിലരുടെ അജണ്ടയാണ്. കോൺഗ്രസിന്റെ നിങ്ങൾ CPM-ന്റെ സ്ഥാനാർത്ഥി ആരും പ്രഖ്യാപിച്ചില്ല. CPM-ന്റെ സ്ഥാനാർത്ഥിയെ നിങ്ങളാരും പ്രഖ്യാപിച്ചില്ല. നിങ്ങൾ എന്തിനാ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ എല്ലാ ദിവസവും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്? കേട്ടല്ലോ. ഇതിനിടയിൽ വി സതീശൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്താണ് LDF-ന്റെ സ്ഥാനാർത്ഥിയെ പറ്റി ഇങ്ങനെയൊക്കെ പറയാത്തത്? നിങ്ങൾ എന്താണ് അവിടെ ഇങ്ങനെ പ്രശ്നമുണ്ടെന്നുള്ള രീതിയിലൊക്കെ പറയാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. LDF-നെ സംബന്ധിച്ച് നമുക്കറിയാം, ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നത് മാത്രമല്ല, അധികാരമോഹവുമായി എനിക്ക് MLA ആകണം, എനിക്ക് മന്ത്രിയാകണം എന്നൊക്കെ പറഞ്ഞ് ഒരാളും എന്തായാലും LDF-ൽ നടക്കുന്നില്ല എന്നുള്ള കാര്യം മാധ്യമങ്ങൾ നന്നായി തന്നെ അറിയാം. അതുകൊണ്ട് സീറ്റിന് വേണ്ടി LDF-ൽ കടിപിടി അടി ഇടി എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ മാധ്യമങ്ങളെ ജനങ്ങൾ വലിച്ചിട്ട് ഒട്ടിക്കും എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ അങ്ങനെ കൊടുക്കുന്നത്.
കൊടുക്കാത്തത്. അതായത് ഒരു അടക്കും ചിട്ടയൊക്കെ ഉള്ള ഒരു പാർട്ടിയാണ് അല്ലെങ്കിൽ ഒരു മുന്നണിയാണ് LDF എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് എന്താണ് അവരെ പറ്റി പറയാത്തതെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് പോലും ഇവിടെ പ്രസക്തി ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ DCC ഓഫീസിൽ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് VD സതീശനോട് ചോദ്യം ചോദിക്കുന്നത്. അതെല്ലാവരും കണ്ടു കാണുമല്ലോ. ഭയങ്കര ആൾക്കൂട്ട് വരുന്നത്, അങ്ങനെ ഒരു പാർട്ടി അങ്ങനെ ഒരു ഭയങ്കര ഒരു ഡിസിപ്ലിനായിട്ട് കണ്ടുപിടിച്ച് അങ്ങനെ മാറി ആൾക്കൂട്ട് വരും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കണ്ടപ്പോൾ സന്തോഷം കൂടി ഉണ്ട്. അത് പിന്നെ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഇതൊക്കെ കളിയായിക്കൊണ്ടിരിക്കുകയാണ്. ആവേശം, എല്ലാവരും ആവേശം. എല്ലാവരും ലീഡേഴ്സ് അല്ലേ, ഞങ്ങളെല്ലാവരും ഒരേപോലെ അല്ലേ. ഞാൻ ഇപ്പോൾ എൻ്റെ നിലയിൽ തന്നെ ഉള്ള 10-12 പേര് സ്വാഭാവികമായിട്ട് എല്ലാവരും വന്നോളെ സന്തോഷത്തിൽ പങ്കുവയ്ക്കുക. കാരണം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായിരുന്നു കോഴിക്കോട്, മലബാറിലെ തലസ്ഥാനമാണ് കോഴിക്കോട്. അവിടെ ഞങ്ങൾക്ക് നല്ല ഓഫീസ് ഉണ്ടാകുന്നതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാൻ മുഴുവൻ നേതാക്കന്മാരും ഒരുമിച്ച് അങ്ങ് വന്നു. ഒരു പാർട്ടിയല്ലേ കോൺഗ്രസ്. DCC ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് എവിടെയാണ് സുധാകരൻ പോയി നിന്നത്? സുധാകരൻ ഏറ്റവും ബാക്കിൽ, പിന്നീട് ഓരോരോ വലിച്ചു കയറ്റിയാണ്. സതീശൻ പതിയെ കയറി വരുന്നു, രമേശ് ചെന്നിത്തല ഉന്തിത്തള്ളി കയറി വരുന്നു. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇങ്ങനെയൊക്കെയായിരുന്നു DCC ഓഫീസിലെ ആ ഒരു ഓഫീസിന്റെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നത്. സത്യത്തിൽ ആ തെക്കിലും തിരക്കിലും പെട്ട് അല്ലെങ്കിൽ അടിയിൽ ഇടിയിലും പെട്ട് ആർക്കും പരിക്ക് പറ്റിയില്ലല്ലോ എന്നതിനെ ഓർത്ത് നമുക്ക് എന്തായാലും ആശ്വസിക്കാം. ഇവരൊക്കെയാണ് നമ്മുടെ കേരളം പിടിക്കാൻ വേണ്ടി രംഗത്തേക്ക് വന്നിട്ടുള്ളത്. ഇവരെങ്ങാനും കേരളം പിടിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ വെട്ടും കുത്തും വരെ നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ചെറിയൊരു DCC ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തന്നെ അന്നത്ത് കിടന്ന് കാണിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. മുഴുവൻ പിള്ളേരടക്കം പിള്ളേർ കിടന്ന് ട്രോളാണ്. എന്തോന്നടേ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഇവരൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ സീറ്റ് പിടിക്കാനും ഭരണത്തിലിരിക്കാനും ഒക്കെ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി 10 പേര്, ആഭ്യന്തര വകുപ്പ് മന്ത്രിയാകാൻ വേണ്ടി വേറെ 10 പേര്. അങ്ങനെയൊക്കെയാണ് ഇവരുടെ ഓരോ കണക്ക്. അതിലേക്കൊന്നും ഞാൻ കൂടുതൽ പോകുന്നില്ല. എന്തായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പല സംഭവ വികാസങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് നമ്മുടെ VD സതീശൻ ചില പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. 10 മിനിറ്റ് കൊണ്ട് ഇപ്പൊ വിഴിഞ്ഞത്തെ പ്രശ്നം മാറ്റിത്തരാമെന്ന് പറഞ്ഞ മനുഷ്യനാണ് ഇപ്പോൾ നിന്ന് തള്ളുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു അനുകൂലമായ നിലപാട് വഖഫ് ട്രൈബ്യൂണലിന്റെ ഭാഗത്തു നിന്ന് വന്നേനെ. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഗവൺമെന്റ് വഖഫ് ബോർഡിനെ കൊണ്ട് ഹൈക്കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുപ്പിച്ച് സ്റ്റേ വാങ്ങിച്ചു. ഈ വഖഫ് ട്രൈബ്യൂണലിന്റെ പ്രവർത്തനങ്ങൾ മെയ് 19-ാം തീയതി വരെയുള്ള ഈ വഖഫ് ട്രൈബ്യൂണലിന്റെ കാലാവധി. ഇവർ സ്റ്റേ മേടിച്ചിരിക്കുന്നത് ഗവൺമെന്റ് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം വഖഫ് ബോർഡാണെങ്കിൽ ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടിയാണ് പോയിരിക്കുന്നത്. മെയ് 29 വരെ സ്റ്റേ മേടിച്ചു. അപ്പോൾ ഈ വഖഫ് ട്രൈബ്യൂണലിന് വിധി പറയാൻ പറ്റില്ല. ഇനി വരാൻ പോകുന്ന വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് പാർലമെന്റ് പാസ്സാക്കിയ BJPക്കാരും പാസ്സാക്കിയ വഖഫ് നിയമം അനുസരിച്ചുള്ള ഘടന അനുസരിച്ചുള്ള പുതിയ വഖഫ് ട്രൈബ്യൂണലാണ്. അപ്പോൾ തീർക്കാനുണ്ടായിരുന്ന ഒരു അവസരം അതിനെ പുറകിൽ നിന്ന് കുത്തി ചതിച്ചത് സംസ്ഥാന ഗവൺമെന്റാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ വഖഫ് നിയമം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല എന്നിപ്പോ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായി. ഇതിനൊക്കെ കാരണക്കാർ CPM ആണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ BJP ആണെന്ന് ആദ്യം പവർ കൊടുക്കാതെയാണ് പറയുന്നുണ്ട്. പക്ഷെ കൂടുതലും CPM-നെ കിട്ടാണ് നല്ല തള്ളുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ സംസ്ഥാന സർക്കാർ സമരം ചെയ്യുന്നവർക്കൊപ്പം തന്നെയുണ്ട്. സംസ്ഥാന സർക്കാർ ഏതെങ്കിലും ഒരു വിഷയം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നീതി കിട്ടും വരെ അവർക്ക് വേണ്ടി പോരാടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. BJP ഒന്ന് കാണിച്ചു കൂട്ടിയ പല രീതിയിലുള്ള പല നമ്പറുകളും ഇന്നലെ പൊളിഞ്ഞിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടല്ലോ. ഈ വഖഫ് നിയമം, അതായത് പുതിയ നിയമ ഭേദഗതി ഈ കൊണ്ടുവരുന്നത് തന്നെ നിങ്ങൾക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞാണല്ലോ നമ്മുടെ കേന്ദ്ര സർക്കാർ തള്ളിക്കൊണ്ടിരുന്നിട്ട് അവസാനം ഇപ്പൊ എന്താണ് സംഭവിച്ചത്? അവസാനം നിയമ പോരാട്ടം നടത്തേണ്ട തന്നെ വരും എന്ന് കഴിഞ്ഞ ദിവസം കിരൺ റിജിജു പറയുന്ന സാഹചര്യം ഉണ്ടായല്ലേ. അതായത് ഇപ്പൊ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു നിയമം കൊണ്ട് പ്രത്യേകിച്ച് ഒരു മെച്ചവും ഇല്ല, അതുകൊണ്ടൊന്നും മുനമ്പത്തിലെ പ്രശ്നത്തെ നമുക്ക് തീർക്കാൻ കഴിയില്ല എന്നൊക്കെ കിരൺ റിജിജു തന്നെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ പറയുന്ന ഈ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ജോർജ് കുര്യനും രാജീവ് ചന്ദ്രശേഖരും ഒക്കെ ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലുമൊക്കെ സീറ്റ് പിടിക്കാൻ വേണ്ടിയുള്ള നാടകമായിരുന്നു എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായി കാണും. അല്ലെങ്കിൽ തന്നെ അവിടെ സമരം ചെയ്യുന്ന ആളുകളെ BJP-യിലേക്ക് ചേർത്തപ്പോൾ തന്നെ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി കാണും ഇത് രാഷ്ട്രീയ നാടകമാണ്, BJP-ക്ക് വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണെന്നും. ഇത് എന്തിനു വേണ്ടിയാണ് സത്യത്തിൽ കൊണ്ടുവന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2 സമുദായത്തിൽപ്പെട്ട ആളുകളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയാണെന്ന് ആർക്കാണ് അറിയാത്തത്? എന്തായാലും ക്രൈസ്തവരും ഇത് തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ഓർഗനൈസർ എഴുതിയ ആ മുഖപ്രസംഗത്തിൽ എന്താണ് കണ്ടത്? കത്തോലിക്ക സഭയ്ക്കാണ് സർക്കാർ കണ്ടറിന് ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത് എന്നാണ് പറഞ്ഞത്. അതായത് ചെറിയൊരു സൂചന ഇട്ടിട്ടുണ്ട്, അടുത്ത് ക്രൈസ്തവരെ തേടിയാണ് വരുന്നതെന്ന് ഒരു സൂചന ഇട്ടിട്ടുണ്ട്. അതൊക്കെ എന്തായാലും ഇപ്പോ ക്രൈസ്തവരും മനസ്സിലാക്കുന്നു. ഈ
നമ്മുടെ BJP-യുടെ സംഘപരിവാരങ്ങളുടെയൊക്കെ യഥാർത്ഥ മുഖം എന്തായാലും ഇന്നലെ നമ്മൾ അവിടെ കണ്ടതാണ്. ഇന്നലെ നമ്മൾ അത് മുനമ്പത്ത് ശരിയായിട്ട് തന്നെ കണ്ടു. അത് മുനമ്പത്തിലെ ജനങ്ങളും തിരിച്ചറിയുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ ഈ അവസരത്തിൽ ചിലതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് കേട്ടോ. അതായത് പ്രതിപക്ഷ നേതാവ് VD സതീശനൊക്കെ ഈ അവസരത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ ഒപ്പം ആ സമരസമിതിക്കൊപ്പം നിൽക്കേണ്ടത്. അല്ലാതെ BJP പറയുന്ന BJP-യുടെ സ്വരമായിട്ട് ഒരിക്കലും പ്രതിപക്ഷ നേതാവ് ഒന്നും മാറരുത്. പ്രതിപക്ഷ നേതാവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടെന്നല്ല രാജീവ് ചന്ദ്രശേഖർ സംസാരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. രാജീവ് ചന്ദ്രശേഖർ പറയുന്നു പ്രതിപക്ഷ നേതാവ് പറയുന്നതൊക്കെ ശരിയാണ് എന്ന് പറയുകയാണ്. ഈ BJP എന്ത് പറയുന്നു അത് തന്നെ പ്രതിപക്ഷ നേതാവ് പറയുന്നു, പ്രതിപക്ഷ നേതാവ് എന്ത് തന്നെ പറയുന്നു അത് BJP പറയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ഒന്നും വിചാരിക്കേണ്ടതില്ല. കാരണം ഗോൾവാക്കറുടെ പരിപാടിയിലൊക്കെ പോയി പങ്കെടുത്ത് അവിടെ ഗോൾവാക്കറുടെ ചിത്രത്തിന് മുമ്പിൽ പോയി ഏത് നടുകുനിച്ച് നിന്ന് നമ്മുടെ നിലവിളക്ക് കത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ VD സതീശൻ. അപ്പൊ VD സതീശൻ എന്ന് പറയുന്ന വ്യക്തി അവർക്ക് അത്രത്തോളം പ്രാധാന്യമുള്ള ഒരാളാണ് രാജീവ് ചന്ദ്രശേഖരനൊക്കെ. അപ്പോൾ അവിടെ ആ ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൊക്കെ പ്രതിപക്ഷ നേതാവിന്റെ പേര് പറയുന്നതിൽ ആർക്കും ഒരു തർക്കവും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരേ സ്വരമായി BJP-യുടെ സ്വരമായി പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കോൺഗ്രസും മാറുന്നു എന്നുള്ളത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ മുനമ്പത്ത് പോയി 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞ് വാചാലനായിട്ട് വാചകമടിച്ച VD സതീശൻ ഇനി അങ്ങോട്ടേക്ക് പോകാതിരിക്കുന്നതായിരിക്കും ബുദ്ധി എന്നാണ് പറയാനുള്ളത്. എന്തായാലും ഇപ്പൊ അങ്ങോട്ടേക്ക് BJP-ക്കും കോൺഗ്രസിനും കാലുകുത്താൻ പറ്റാത്ത അവസ്ഥയായി. എന്തായാലും മുനമ്പത്തെ സമരക്കാർ ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനിയാണ് സത്യത്തിൽ പ്രതിരോധം, ഇനിയാണ് അവർ പ്രതിഷേധിക്കാൻ പോകുന്നത്. ആർക്കെതിരെ? കോൺഗ്രസിനെതിരെ, BJP-ക്കെതിരെ. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാഴ്ചയുണ്ട്. അതായത് സമരസമിതിയിലെ ആളുകൾ തിരിച്ചറിയുന്നു. ഇന്നലെ ഈ കിരൺ റിജ്ജു ഒക്കെ വന്ന പോയ ശേഷം അവർ ശരിക്കും തിരിച്ചറിയുന്നു സർക്കാരാണ് ശരിയെന്ന്, സർക്കാരാണ് അവർക്ക് നീതിക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരുന്ന യഥാർത്ഥ ശക്തി എന്ന്. അവർ സർക്കാരിനൊപ്പവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പവും ചേരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാമല്ലോ, ഒരു സത്യത്തെയും അധിക നാൾ നമുക്ക് മൂടിവെക്കാൻ കഴിയില്ല. ആ സത്യം ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ പുറത്തു വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം കൂടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ മേളമായിരുന്നു ഇവിടെ! സുരേഷ് ഗോപിയെയും ജോർജ് കുര്യനെയും രാജീവ് ചന്ദ്രശേഖരനെയൊക്കെ ആഘോഷമാക്കിയ സുജയ പാർവതിമാർ ഇപ്പൊ എവിടെയാണ്? എല്ലാവരെയും വലിച്ചൊട്ടിക്കുകയാണ് കേരള ജനത എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.